നമസ്കാരം, CTV ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. ഇന്നത്തെ പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ലാലീസ് ഹൈപ്പർ മാർക്കറ്റ്, ലാലീസ് മാൾ, പട്ടിക്കാട് സെന്റർ, തൃശൂർ. അദാലത്തുകൾ നടത്തേണ്ടത് ആകാത്ത വിധം സംവിധാനങ്ങളെ കാര്യക്ഷമമാക്കണമെന്ന് മന്ത്രി MP രാജേഷ്. ദേശീയപാതയിൽ മണ്ണുത്തി ഡോൺ ബോസ്കോ സ്കൂളിന് മുൻപിൽ നടപ്പാത നിർമ്മിക്കുന്നതുമായി മന്ത്രി K രാജന്റെ അധ്യക്ഷതയിൽ യോഗം നടന്നു. വടക്കാഞ്ചേരി റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് എക്സൈസ് സംഘം 4 കിലോഗ്രാം കഞ്ചാവ് പിടികൂടി. കരിമത്ര ആരോഗ്യമാതാ ദേവാലയത്തിൽ 8 നോമ്പ് തിരുനാൾ ആഘോഷിച്ചു. മാന്നാമംഗലം, വെട്ടുകാട്, എരവിമംഗലം ദേവാലയങ്ങളിൽ ദേവമാതാവിന്റെ ജനന തിരുനാൾ ആഘോഷിച്ചു. വിശദമായ വാർത്തകളിലേക്ക്. അദാലത്തുകൾ നടത്തേണ്ടതാകാത്ത വിധം സംവിധാനങ്ങളെ കാര്യക്ഷമമാക്കണമെന്ന് മന്ത്രി MP രാജേഷ്. അദാലത്തുകൾ നടത്തേണ്ടാത്ത വിധം സംവിധാനങ്ങളെ കാര്യക്ഷമമാക്കണമെന്ന് തദ്ദേശ സ്വയംഭരണ എക്സൈസ് പാർലമെന്ററി കാര്യ വകുപ്പ് മന്ത്രി MP രാജേഷ്. സംസ്ഥാന സർക്കാരിന്റെ 3ാം വാർഷികത്തോടനുബന്ധിച്ച് തദ്ദേശ സ്വയംഭരണ വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ നടക്കുന്ന തൃശൂർ തദ്ദേശ അദാലത്ത് ജില്ലാതല ഉദ്ഘാടനം തൃശൂർ VKN മേനോൻ ഇൻഡോർ സ്റ്റേഡിയത്തിൽ നിർവഹിക്കുകയായിരുന്നു മന്ത്രി. ജനങ്ങൾക്ക് സേവനം നിഷേധിക്കുന്ന രീതിയിൽ ചട്ടങ്ങൾ പലതരത്തിൽ വ്യാഖ്യാനിക്കുന്നത് ഒഴിവാക്കി മെച്ചപ്പെട്ട സേവനം ലഭ്യമാക്കുകയാണ് അദാലത്തുകൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ന്യായമായ ആവശ്യങ്ങൾക്ക് നിലനിൽക്കുന്ന ചട്ടങ്ങളിൽ ഭേദഗതി വരുത്തേണ്ടത് അനിവാര്യമാണ്. അത്തരം അവസരങ്ങളിൽ ചട്ടങ്ങൾ പുനഃപരിശോധിക്കും. അതേസമയം നിയമലംഘനങ്ങൾ സാധൂകരിക്കുവാനുള്ള അവസരമായി ഇതിനെ കാണരുതെന്നും മന്ത്രി വ്യക്തമാക്കി. അദാലത്തിലെടുക്കുന്ന തീരുമാനങ്ങൾ സമയബന്ധിതമായി നടപ്പാക്കണം. കൂടുതൽ സാങ്കേതികത്വം കാണിച്ച് നടപടികളിൽ വീഴ്ചയുണ്ടാക്കരുത്. ഉദ്യോഗസ്ഥർ സുതാര്യത ഉറപ്പാക്കി ഉത്തരവാദിത്തം നിർവഹിക്കണമെന്നും മന്ത്രി ഓർമ്മിപ്പിച്ചു. കൃത്യനിർവഹണം നടത്തുന്നതുവരെ വേട്ടയാടുവാൻ അനുവദിക്കില്ല. സർക്കാർ സംരക്ഷണം നൽകും. നിരവധി പൊതു തീരുമാനങ്ങൾ അദാലത്ത് മുഖേന സാധ്യമായി. ഇതുവരെ നടന്ന അദാലത്തുകളിൽ കുറഞ്ഞ അനുകൂല തീരുമാനമുണ്ടായത് 86%. ഏറ്റവും കൂടിയത് 99%. പുതുതായി ലഭിക്കുന്ന പരാതികളിൽ 2 ആഴ്ചയ്ക്കകം തീരുമാനമുണ്ടാകുമെന്നും മന്ത്രി MP രാജേഷ് അറിയിച്ചു. ഉന്നത വിദ്യാഭ്യാസ സാമൂഹ്യനീതി വകുപ്പ് മന്ത്രി ഡോക്ടർ R ബിന്ദു അധ്യക്ഷയായി. ജനകീയമായ രീതിയിൽ തദ്ദേശ അദാലത്ത് സംഘടിപ്പിക്കുന്നത് വഴി ജനങ്ങളുടെ പ്രയാസങ്ങൾക്ക് ശാശ്വത പരിഹാരമുണ്ടാകുമെന്ന് മന്ത്രി അധ്യക്ഷ പ്രസംഗത്തിൽ പറഞ്ഞു. തൃശൂർ മേയർ MK വർഗീസ്, MLA-മാരായ P ബാലചന്ദ്രൻ, VR സുനിൽകുമാർ, NK അക്ബർ, ET ടൈസൺ മാസ്റ്റർ, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് VS പ്രിൻസ്, ഡെപ്യൂട്ടി മേയർ ML റോസി, ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ, തദ്ദേശ സ്വയംഭരണ വകുപ്പ് ഡയറക്ടർ സൂരജ് ഷാജി, കില ഡയറക്ടർ ജനറൽ A നിസാമുദ്ദീൻ, ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ലതാ ചന്ദ്രൻ, തദ്ദേശ സ്വയംഭരണ വകുപ്പ് ചീഫ് എഞ്ചിനീയർ KG സന്ദീപ്, ചീഫ് ടൗൺ പ്ലാനർ CG E ചന്ദ്രൻ, ചേംബർ ഓഫ് മുനിസിപ്പൽ ചെയർമാൻ M കൃഷ്ണദാസ്, ബ്ലോക്ക് പഞ്ചായത്ത് അസോസിയേഷൻ ജില്ലാ സെക്രട്ടറി KR രവി, ഗ്രാമപഞ്ചായത്ത് അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് S ബസന്തലാൽ, തദ്ദേശ സ്വയംഭരണ വകുപ്പ് ജോയിന്റ് ഡയറക്ടർ PM ഷഫീഖ് തുടങ്ങിയവർ പങ്കെടുത്തു. രജിസ്റ്റർ ചെയ്ത പരാതികൾ മാത്രമേ ഇന്ന് കേട്ട് തീർപ്പാക്കുകയുള്ളൂ. ഇന്ന് പരാതിയുമായി വന്നത് ഒരു കാരണവശാലും ഇന്ന് തീർപ്പാക്കാനാവില്ല, അത് പ്രായോഗികമല്ല. എല്ലാ നിയമലംഘനങ്ങൾക്കും സാധൂകരണം നൽകുന്ന മേളയാണ് അദാലത്ത് തിരഞ്ഞെടുക്കുന്നത്. നിയമലംഘനങ്ങൾ മുഴുവൻ സാധൂകരിച്ച് നൽകാനുള്ള ഒരു മേളയല്ല. ചട്ടം നിയമം ഇതിനകത്ത് നിന്നുകൊണ്ട് പരിഹരിക്കാവുന്ന, ഏറെക്കാലമായി പരിഹരിക്കപ്പെടാതെ കിടക്കുന്ന പരാതികൾക്ക് പരിഹാരമുണ്ടാക്കാനുള്ള ലക്ഷ്യം. ചട്ടപ്രകാരം വലിയ ലംഘനങ്ങളൊന്നും ഉണ്ടാകും. പക്ഷെ ചട്ടം വ്യാഖ്യാനിച്ചതിൻ്റെ പ്രശ്നമാവാം, അല്ലെങ്കിൽ വസ്തുത വേണ്ടത്ര പരിശോധിക്കാത്തതിൻ്റെ പ്രശ്നമാവാം, തെറ്റായി വ്യാഖ്യാനിച്ചതുണ്ടായതാവാം. അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളുണ്ട്. മൂലാധാരങ്ങളിൽപ്പെട്ട കിടക്കുന്നത്. ഇതുവരെയുള്ള അദാലത്തിൻ്റെ അനുഭവം വെച്ചാണ് പറയുന്നത്. ചില അദാലത്തുകളിൽ പരിപൂർണ നിയമലംഘനമുള്ള കേസുകൾ. ദേശീയപാതയ്ക്ക് കുറുകെ നടപ്പാത നിർമ്മാണം യോഗം ചേർന്നു.
മണ്ണുത്തി ഡോൺ ബോസ്കോ സ്കൂളിന് മുൻപിൽ ദേശീയപാതയ്ക്ക് കുറുകെ നടപ്പാത നിർമ്മിക്കുന്നതുമായി ബന്ധപ്പെട്ട് റവന്യൂ വകുപ്പ് മന്ത്രി കെ രാജന്റെ അധ്യക്ഷതയിൽ യോഗം ചേർന്നു. നിർമ്മാണ പ്രവൃത്തികൾക്കുള്ള ടെൻഡർ നടപടികൾ സെപ്റ്റംബർ മാസത്തിൽ തന്നെ പൂർത്തിയാക്കണമെന്ന് മന്ത്രി യോഗത്തിൽ NHAI പ്രൊജക്ട് ഡയറക്ടർക്ക് നിർദ്ദേശം നൽകി. സെപ്റ്റംബറിൽ തന്നെ ടെൻഡർ നടപടികൾ പൂർത്തിയാക്കി മുൻഗണനയിൽ ഒന്നാമതായെടുത്ത് ഈ അധ്യയന വർഷം കഴിയുന്നതിനു മുൻപായി തന്നെ നിർമ്മാണ പ്രവൃത്തികൾ പൂർത്തിയാക്കണമെന്നും മന്ത്രി നിർദ്ദേശം നൽകി. മണ്ണുത്തി ഡോൺ ബോസ്കോ സ്കൂളിന് സമീപം അപകടങ്ങൾ വർദ്ധിച്ചുവരുന്ന സാഹചര്യത്തിലാണ് മന്ത്രി അടിയന്തര യോഗം വിളിച്ചു ചേർത്തത്. ഡോൺ ബോസ്കോ സ്കൂളിൽ 2500-ലധികം വിദ്യാർത്ഥികൾ പഠിക്കുന്നുണ്ട്. കുട്ടികൾക്ക് റോഡ് മുറിച്ചു കടക്കുവാൻ വലിയ പ്രയാസം നേരിടുന്നതായി സ്കൂൾ അധികൃതരും കൗൺസിലർമാരും യോഗത്തിൽ അറിയിച്ചു. ദേശീയപാതയുടെ ടെൻഡർ നടപടികളിലേക്ക് കടക്കുന്ന 13 വർക്കുകളോടൊപ്പം മണ്ണുത്തി ഡോൺ ബോസ്കോ സ്കൂളിന് മുൻപിൽ ദേശീയപാതയ്ക്ക് കുറുകെയുള്ള നടപ്പാതയുടെ ടെൻഡർ നടപടികളും വേഗത്തിൽ പൂർത്തിയായി. നിർമ്മാണ പ്രവൃത്തികൾ തുടങ്ങുമെന്ന് NHAI പ്രൊജക്ട് ഡയറക്ടർ യോഗത്തെ അറിയിച്ചു. കരിമത്ര ആരോഗ്യമാതാ ദേവാലയത്തിൽ 8 നോമ്പ് തിരുനാൾ ഭക്തിസാന്ദ്രമായി ആഘോഷിച്ചു. ഓഗസ്റ്റ് 31 മുതൽ സെപ്റ്റംബർ 8 വരെയുള്ള ദിവസങ്ങളിലാണ് തിരുനാൾ ആഘോഷം സംഘടിപ്പിച്ചത്. തിരുനാളിന്റെ ഭാഗമായി ശനിയാഴ്ച വൈകിട്ട് പ്രസുതേന്തി വാഴ്ച, ഊട്ട് നേർച്ച വെഞ്ചിരിപ്പ്, വിശുദ്ധരുടെ തിരുശേഷിപ്പ് പ്രതിഷ്ഠ, വിശുദ്ധ കുർബാന, വചന സന്ദേശം, ലതീഞ്ഞ്, നൊവേന, കൂട് തുറക്കൽ, കിരീട സമർപ്പണം എന്നീ ചടങ്ങുകൾക്ക് അതിരൂപത സഹായമെത്രാൻമാർ ടോണി നീലങ്കാവിൽ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. രാത്രി വിവിധ യൂണിറ്റുകളുടെ അമ്പ് സമാപനവും തിരുമുറ്റമേളവും ഉണ്ടായി. തിരുനാൾ ദിനമായി ഞായറാഴ്ച രാവിലെ നടത്തിയ ആഘോഷമായ തിരുനാൾ പാട്ടുകുർബാനയ്ക്ക് ഫാദർ ഡേവിസ് പുലിക്കോട്ടിൽ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ഫാദർ സെബാസ്റ്റ്യൻ ചാലക്കൽ തിരുനാൾ സന്ദേശം നൽകി. വൈകിട്ട് ഭക്തിസാന്ദ്രമായ തിരുനാൾ പ്രദക്ഷിണം, കേക്ക് മുറിക്കൽ എന്നിവയും ഉണ്ടായിരുന്നു. തിരുനാൾ ചടങ്ങുകൾക്ക് വികാരി ഫാദർ മനോജ് കീഴൂരുമുട്ടിക്കൽ, കൈക്കാരന്മാരായ ആന്റണി പനക്കൽ, ഷാജു ചീരൻ, സൈമൺ തേർമഠം, ജനറൽ കൺവീനർ ആന്റണി വടക്കൻ, ജിജോ മാഞ്ഞൂരാൻ, മറ്റു കമ്മിറ്റി അംഗങ്ങൾ തുടങ്ങിയവർ നേതൃത്വം നൽകി. തിരുനാൾ ചടങ്ങുകൾ CTV തത്സമയം സംപ്രേഷണം ചെയ്തു. സഹായിക്കുമാറാകട്ടെ. ഈ തിരുക്കർമ്മങ്ങളിൽ സംബന്ധിക്കുന്ന എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കണമേ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും പരിശുദ്ധ ആരോഗ്യമാതാവിന്റെയും വളരെ ഭക്തി നിർഭരമായ അനുഗ്രഹീതമായ നിമിഷങ്ങളിലൂടെയാണ് നാം എല്ലാവരും കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഈ നിമിഷത്തിൽ നമുക്ക് എല്ലാവർക്കും പ്രാർത്ഥനയോടെ ആയിരിക്കാം. മാതാവിന്റെ മാധ്യസ്ഥം ഈ അവസരത്തിൽ നാം എല്ലാവർക്കും അപേക്ഷിക്കാം. നമുക്കെല്ലാവർക്കും കൈയടിച്ചുകൊണ്ട് ഈ ഒരു അവസരത്തിൽ മാതാവിന്റെ ജന്മദിനം ആഘോഷിക്കാം. മാതാവിന്റെ ജന്മതിരുനാളിന്റെ 8 നില കേക്ക് മുറിക്കുന്നതോടൊപ്പം തന്നെ 120ഓളം മരിയ ഭക്തരും ഇവിടെ കേക്ക് മുറിക്കുന്നുണ്ട്. സെപ്റ്റംബർ 8-ന് 8 നിലയുള്ള കേക്ക് മുറിച്ച് മധുരക്കനിയായ പരിശുദ്ധ അമ്മയുടെ പിറന്നാൾ നമ്മൾ ആഘോഷിക്കുകയാണ്. നമുക്ക് എല്ലാവർക്കും ഹാപ്പി ബർത്ത്ഡേ സോങ് പാടിക്കൊണ്ട് മാതാവിന് ജന്മദിനം വിഷ് ചെയ്യാവുന്നതാണ്. ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ടു ഡിയർ മേരി, ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ടു യു. കൈകൾ അടിച്ചുകൊണ്ട് ഈ നിമിഷത്തിലായിരിക്കാം.
എല്ലാവരും ഒരുമിച്ച് കേക്ക് മുറിച്ച് കഴിഞ്ഞ മരിയ ഭക്തർ ഒല്ലൂർ ഹോട്ടലിന്റെ കാർ പാർക്കിൽ നിന്നും 6 കിലോ കഞ്ചാവ് സഹിതം 3 പേരെ പിടികൂടി. ഒല്ലൂർ പെരുവാംകുളങ്ങര പുളിക്കിത്തറ വിവേക്, കൊല്ലം പാരിപ്പള്ളി സ്വദേശികളായ സമീദ് മോൻ, ശശിധരൻ എന്നിവരെയാണ് പിടിയിലായത്. ഇന്ന് വൈകിട്ട് 3-ന് ഒല്ലൂർ ശ്രീഭവൻ ഹോട്ടലിന്റെ കാർ പാർക്കിംഗ് ഏരിയയിൽ നിന്നാണ് പ്രതികളെ പിടികൂടിയത്. രഹസ്യവിവരത്തെ തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് 3 പേരും പിടിയിലായത്. വിവേകിനും സമീദ് മോനും പാലക്കാട് ജില്ലയിൽ മയക്കുമരുന്നുമായി ബന്ധപ്പെട്ട് കേസുകളുണ്ട്. മലമ്പുഴ ജയിലിൽ വെച്ച് ഇരുവരും പരിചയപ്പെട്ടതിനു ശേഷം ഒരുമിച്ച് കഞ്ചാവ് കടത്ത് ആരംഭിക്കുകയായിരുന്നു. തമിഴ്നാട്ടിൽ നിന്നെത്തിച്ച കഞ്ചാവ് വിവേകിന് കൈമാറാനാണ് സമീദും ശശിധരനും ഒല്ലൂരിൽ എത്തിയത്. സിറ്റി പോലീസ് കമ്മീഷണർ ആർ ഇളങ്കോ, ഒല്ലൂർ CIT പി ഫർഷാദ്, SI ജീസ് മാത്യു, ASI സുരീഷ്, പോലീസുകാരായ റനീഷ്, അജു, ഡാൻസ് ഓഫ് ടീം അംഗങ്ങളായ ASI ജീവൻ, പോലീസുകാരായ ലിഗേഷ്, വൈശാഖ്, അനിൽ തുടങ്ങിയവർ ചേർന്നാണ് പ്രതികളെ പിടികൂടിയത്. കാഴ്ച പരിമിതർക്കും വികലാംഗരായ ഭിന്നശേഷിക്കാർക്കും സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന അർഹതപ്പെട്ട കുടുംബങ്ങൾക്കും പലവ്യഞ്ജനങ്ങൾ അടങ്ങിയ ഓണക്കിറ്റുകളുടെ വിതരണവും ഓണാഘോഷവും സംഘടിപ്പിച്ചു. അദ്വൈത സേവാ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെയും സോസൻ ചാരിറ്റബിൾ സൊസൈറ്റിയുടെയും ആഭിമുഖ്യത്തിലാണ് ഓണക്കിറ്റുകൾ വിതരണവും ഓണാഘോഷവും സംഘടിപ്പിച്ചത്. ദരിദ്രരുടെ ആശ്വാസം, വിദ്യാഭ്യാസം, വൈദ്യസഹായം, സ്മാരകങ്ങളുടെയും പരിസ്ഥിതിയുടെയും സംരക്ഷണം, സാമ്പത്തികമായി കഷ്ടപ്പെടുന്ന യുവതികൾക്കുള്ള വിവാഹധന സഹായങ്ങൾ, വിവിധ തൊഴിൽ പരിശീലന പരിപാടികളുമടക്കം നിരവധി ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ലക്ഷ്യമാക്കി വർഷങ്ങളായി പ്രവർത്തിച്ചുവരുന്ന അദ്വൈത് സേവാ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ ആസ്ഥാനമായ അദ്വൈതി നടന്ന പരിപാടികൾ വി രാമദാസ് മേനോന്റെ അധ്യക്ഷതയിൽ K രാമകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. ഡോക്ടർ പുത്തൂഴ്ത്ത് രാമചന്ദ്രൻ മുഖ്യപ്രഭാഷണം നടത്തി. തൃശൂർ സേവാസദനം വൈസ് പ്രസിഡന്റ് ഇന്ദിര ടീച്ചർ, MK കേശവൻ, മുരളി കോളങ്ങാട്, CR സുഗു, PV സുബ്രഹ്മണ്യൻ, P രാമകൃഷ്ണൻ, M വാസുദേവൻ തുടങ്ങിയവർ സംസാരിച്ചു. കാഴ്ചപരിമിതരായ കലാകാരികൾ ഗാനങ്ങൾ ആലപിച്ച് ഓണാഘോഷ പരിപാടികൾക്ക് മാറ്റുകൂട്ടി. വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള 100 കണക്കിന് കാഴ്ചപരിമിതക്കാർ അടക്കമുള്ളവർക്കാണ് ഓണക്കിറ്റുകൾ വിതരണം ചെയ്തത്. എത്തിച്ചേരുവാൻ സാധിക്കാത്ത രോഗികളായ ആളുകൾക്ക് അവരുടെ വീടുകളിൽ കിറ്റുകൾ എത്തിച്ചു നൽകി. രാജ്യത്തെ കാലാവസ്ഥാ വ്യതിയാനത്തിൽ വലിയ പങ്കുവഹിക്കുന്ന കാർബൺ പുറന്തള്ളുന്ന വാഹനങ്ങളെ നിയന്ത്രിക്കുവാൻ ലോകരാജ്യങ്ങൾ ഒന്നടങ്കം വൈദ്യുതി വാഹനങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നു. വൈദ്യുതി വാഹന ഉപയോഗം പ്രോത്സാഹിപ്പിക്കുവാനും ബോധവൽക്കരണത്തിനുമായാണ് സെപ്റ്റംബർ 9 വൈദ്യുതി വാഹന ഉപയോഗ ദിനമായി ആചരിക്കുന്നത്. 10 വർഷത്തിലേറെ കാലമായി ബാറ്ററിയിൽ ഓടുന്ന സ്കൂട്ടർ ഉപയോഗിക്കുന്ന ഒരു അധ്യാപകനുണ്ട് മറ്റം സെന്റ് ഫ്രാൻസിസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ. താൻ ഉപയോഗിക്കുന്ന വാഹനം മൂലം പ്രകൃതിക്ക് നഷ്ടം സംഭവിക്കരുത് എന്ന വലിയ നന്മയുടെ സന്ദേശം നെഞ്ചേറ്റിക്കൊണ്ടാണ് സ്റ്റൈജു മാസ്റ്റർ കഴിഞ്ഞ 10 വർഷത്തിലേറെ കാലമായി വൈദ്യുതി വാഹനം ഉപയോഗിക്കുന്നത്. എല്ലാ നിയമങ്ങളും പൂർത്തീകരിച്ച് ഹെൽമറ്റും ഇൻഷുറൻസും എടുത്താണ് മാസ്റ്റർ വണ്ടി ഉപയോഗിക്കുന്നത്. ആദ്യകാലങ്ങളിൽ ആളുകൾ മാസ്റ്ററെ കളിയാക്കാറുണ്ടെങ്കിലും ഇന്ന് കളിയാക്കുന്നവർ തന്നെ ഇത്തരം വാഹനങ്ങൾ ഉപയോഗിക്കുന്നത് കാണുമ്പോൾ ഉള്ളിൽ സന്തോഷം തോന്നാറുണ്ടെന്ന് മാസ്റ്റർ പറഞ്ഞു. കൂടുതൽ ആളുകൾ ഈ വാഹനം ഉപയോഗിക്കുന്നതിലേക്ക് കടന്നുവരുവാൻ ഈ ദിനാചരണം വഴിയൊരുക്കട്ടെ എന്ന് മാസ്റ്റർ ആശംസിക്കുന്നു. വാഹനങ്ങളിലെ വൈദ്യുതി ഉപയോഗ സംവിധാനങ്ങളായ ചാർജിംഗ് സ്റ്റേഷനുകൾ കൂടുതൽ ഏർപ്പെടുത്തണമെന്നും അതിനായി KCB സബ്സ്റ്റേഷനുകൾ, ഇലക്ട്രിസിറ്റി ഓഫീസുകൾ എന്നിവ ബാറ്ററി ചാർജിംഗ് സ്റ്റേഷനുകളാക്കി മാറ്റണമെന്നും മാസ്റ്റർ ഈ ദിനത്തിൽ സർക്കാരിനോട് ആവശ്യപ്പെട്ടു. 24 കേരള ബറ്റാലിയൻ NCCയിലെ മേജർ റാങ്കിലുള്ള ഓഫീസർ കൂടിയാണ് അധ്യാപകനായ കൂനമുച്ചി സ്വദേശി PJ സ്റ്റൈജു. സെപ്റ്റംബർ 9 ലോക വൈദ്യുതി വാഹന ഉപയോഗ ദിനം. കഴിഞ്ഞ 10 വർഷത്തിലേറെ കാലമായി വൈദ്യുതി വാഹനങ്ങളാണ് ഞാൻ ഉപയോഗിക്കുന്നത്. അന്നൊന്നും നിരത്തുകളിൽ അധികം വാഹനങ്ങൾ ഉണ്ടായിരുന്നില്ല. ഇന്ന് സമൃദ്ധിയായിട്ട് വാഹനമുണ്ട്. ഒരു ആശയത്തിൻ്റെ പേരിലാണ് ഈ വാഹനം ഉപയോഗിച്ചു തുടങ്ങിയത്. ഞാനായിട്ട് പ്രകൃതിയെ മലിനമസമാക്കുന്ന കാർബണിൻ്റെ പ്രവർത്തനങ്ങൾ കുറയ്ക്കുമെന്നുള്ളൊരു ദൃഢനിശ്ചയമാണ് ഈ വാഹനം ഉപയോഗിക്കാൻ കാരണം. ഇതിൽ വൈദ്യുതി ഉപയോഗമുണ്ട്. ഞാൻ നിശ്ചിത സമയത്ത് ചാർജിങ്ങും റീചാർജ് ചെയ്യാം. സ്ഥിരമായിട്ട് കുറേ ഉപയോഗിക്കലല്ല. അതുകൊണ്ട് തന്നെ എൻ്റെ വണ്ടി കൃത്യമായിട്ട് ഉപയോഗിക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. എൻ്റെ സർവീസ് സെൻറ്ററിൻ്റെ ഒരു പ്രോബ്ലമാണ് ഇപ്പോൾ ഉള്ളത്. അത് നവീകരിക്കപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഈ വാഹനം എല്ലാവരും ഉപയോഗിക്കണം. ഇത്തരം വാഹനങ്ങൾ കൂടുതൽ ഉപയോഗിച്ച് നമ്മുടെ പരിസ്ഥിതി, കാലാവസ്ഥ നശിപ്പിക്കുന്ന ഈ കാർബണിൻ്റെ ഉപയോഗം കുറയ്ക്കാൻ നമുക്ക് സാധിക്കും. അതിന് ഇതിനും നിങ്ങളെല്ലാവരും സഹായിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആശംസിക്കുന്നു. പിന്നെ അതുപോലെ തന്നെ ഹെൽമെറ്റ് ഉപയോഗത്തിന് നമുക്ക് ലൈസൻസ് ഒന്നും ആവശ്യമില്ലെങ്കിലും അതിൻ്റെ കാര്യങ്ങളൊക്കെ പ്രിക്കോഷൻസൊക്കെ ഞാൻ ഉപയോഗിച്ചിട്ടാണ് ഉപയോഗിക്കാറ്. ഇതിൻ്റെ ഹെൽമെറ്റും കാര്യങ്ങളൊക്കെ ഉപയോഗിച്ചിട്ടാണ് ഉപയോഗിക്കാറ്.
എല്ലാവർക്കും സെപ്റ്റംബർ 9 ലോക വൈദ്യുതി വാഹന ദിനത്തിന്റെ ആശംസകൾ. വടക്കാഞ്ചേരി റെയിൽവേ സ്റ്റേഷനിൽ വൻ കഞ്ചാവ് വേട്ട. റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് തീവണ്ടിയിൽ കടത്തുകയായിരുന്ന 4 കിലോയിലധികം കഞ്ചാവാണ് എക്സൈസ് സർക്കിൾ സംഘം പിടികൂടിയത്. എക്സൈസിന് ലഭിച്ച രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ പരിശോധനയിലാണ് കഞ്ചാവ് കണ്ടെത്തിയത്. ഓണവിപണി ലക്ഷ്യമിട്ട് കേരളത്തിലേക്കുള്ള കഞ്ചാവിന്റെയും മറ്റ് മയക്കുമരുന്നുകളുടെയും വരവ് തടയുന്നതിനായി എക്സൈസ് സർക്കിൾ പാർട്ടിയും റെയിൽവേ ക്രൈം ഇന്റലിജൻസ് ബ്യൂറോ പാർട്ടിയും സംയുക്തമായി വടക്കാഞ്ചേരി റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് ആലപ്പുഴ ധൻബാദ് ട്രെയിനിൽ നടത്തിയ പരിശോധനയിൽ ഷോൾഡർ ബാഗിൽ 1 കിലോയോളം തൂക്കം വരുന്ന 4 പാക്കറ്റുകളിലായി സൂക്ഷിച്ച 4 കിലോയോളം കഞ്ചാവാണ് പിടികൂടിയത്. വിപണിയിൽ 2 ലക്ഷത്തോളം രൂപ വരും. പ്രതികൾക്കായി ട്രെയിനിൽ പരിശോധന നടത്തിയെങ്കിലും തത്സമയം കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. പ്രതികളെ കണ്ടെത്തുന്നതിനുള്ള ഊർജിതമായ അന്വേഷണം നടത്തിവരുന്നതായി എക്സൈസ് അധികൃതർ അറിയിച്ചു. എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടർ എ ജിജി പോളിന്റെ നേതൃത്വത്തിൽ നടത്തിയ റെയ്ഡിൽ അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർമാരായ PA ഹരിദാസ്, CA സുരേഷ്, പ്രിവന്റീവ് ഓഫീസർ CM സുരേഷ്, സിവിൽ എക്സൈസ് ഓഫീസർമാരായ പ്രശോഭ്, അർജുൻ അബൂബക്കർ തുടങ്ങിയവരെ കൂടാതെ റെയിൽവേ ക്രൈം ഇന്റലിജൻസ് ബ്യൂറോ വിഭാഗം ഇൻസ്പെക്ടർ കേശവദാസും പാർട്ടിയും പങ്കെടുത്തു. ഓണക്കാലത്ത് കേരളത്തിലേക്ക് വരുന്ന മദ്യത്തിന്റെയും മയക്കുമരുന്നുകളുടെയും ഉപയോഗം തടയുന്നതിനായി KSRTC, ടൂറിസ്റ്റ് ബസ് തുടങ്ങി മറ്റു വാഹനങ്ങളിലും ശക്തമായ പരിശോധന നടത്തുമെന്നും എക്സൈസ് സംഘം പറഞ്ഞു. ഇനിയൊരു ഇടവേള. സേവന രംഗത്ത് 25 കൊല്ലമായി മണ്ണുത്തിയിൽ പ്രവർത്തിക്കുന്ന തട്ടിൽ ഫിനാൻസ് എന്ന സ്ഥാപനം 25ാം വയസ്സ് ആഘോഷിക്കുന്ന വേളയിൽ കാളത്തോട് സ്വന്തം ബിൽഡിംഗിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. 1 ഗ്രാം സ്വർണത്തിന് കൂടുതൽ പണം, പലിശ നിന്ന ദിവസത്തേക്ക് മാത്രം, 5 മിനിറ്റിനുള്ളിൽ ലോൺ, 25 വർഷത്തെ പാരമ്പര്യം. നിങ്ങൾ തരുന്ന സ്വർണത്തിന് കൂടുതൽ പണം. തട്ടിൽ ഫിനാൻസ്, തട്ടിൽ ആർക്കേഡ്, കാളത്തോട്. ഹെഡ് ഓഫീസ് തട്ടിൽ ഫിനാൻസ്, കൽപ്പക കോംപ്ലക്സ്, മണ്ണുത്തി. 35 വർഷത്തെ പ്രവൃത്തി പരിചയമുള്ള മണ്ണുത്തിയിലെ ഏക സ്ഥാപനം രചന ലബോറട്ടറി. ഫുള്ളി കമ്പ്യൂട്ടറൈസ്ഡ്, ISO സർട്ടിഫൈഡ് ലബോറട്ടറി. ഹെമറ്റോളജി, ബയോകെമിസ്ട്രി, ഇലക്ട്രോലൈറ്റ്സ്, ഹോർമോൺസ്, സെറോളജി, ക്ലിനിക്കൽ പാത്തോളജി, ECG. ഫുള്ളി ഓട്ടോമാറ്റിക് മെഷീനറികളുടെ സഹായത്താൽ ഉത്തരവാദിത്വത്തോടുകൂടി റിസൾട്ടുകൾ പേഷ്യൻസിന് ലഭ്യമാക്കുന്നു. ഒറ്റ ഫോൺ കോളിൽ ഹോം സർവീസ്. വിദഗ്ധരായ ടെക്നീഷ്യന്മാരുടെ സേവനം. എല്ലാ ദിവസവും രാവിലെ 7 മുതൽ വൈകിട്ട് 7 വരെയും ഞായറാഴ്ചകളിൽ രാവിലെ 7 മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെയും തുറന്നു പ്രവർത്തിക്കുന്നു. രചന ലബോറട്ടറി, NH റോഡ്, മണ്ണുത്തി. ISO സർട്ടിഫൈഡ് ലബോറട്ടറി. മെഡിപ്ലസ്, ഓർത്തോ, ENT ആൻഡ് ചെസ്റ്റ് ക്ലിനിക്, മണ്ണുത്തി. അസ്ഥി, വാദം സംബന്ധ എല്ലാ രോഗങ്ങൾക്കും ഓർത്തോപീഡിക് സർജൻ ഡോക്ടർ അമലു ജോയ് ചൊവ്വ വ്യാഴം ദിവസങ്ങളിൽ 5:30 മുതൽ സേവനമനുഷ്ഠിക്കുന്നു. ENT സ്പെഷ്യലിസ്റ്റ് ഡോക്ടർ അരുൺ ചെവി, മൂക്ക്, തൊണ്ട സംബന്ധമായ രോഗങ്ങൾക്ക് ബുധൻ, വെള്ളി ദിവസങ്ങളിൽ വൈകിട്ട് 5:30 മുതൽ രോഗികളെ പരിശോധിക്കുന്നു. വിട്ടുമാറാത്ത ചുമ, കഫക്കെട്ട്, ആസ്മ, അലർജി എന്നീ ശ്വാസകോശ രോഗങ്ങൾക്ക് പൾമനോളജി സ്പെഷ്യലിസ്റ്റ് ഡോക്ടർ ജഗദീഷ് രാജ് ചൊവ്വ, ശനി ദിവസങ്ങളിൽ രാവിലെ 9 മണി മുതൽ സേവനമനുഷ്ഠിക്കുന്നു. ബുക്കിംഗിനായി കോൺടാക്ട് മെഡിപ്ലസ് ഡയഗ്നോസ്റ്റിക്സ്, ഡിജിറ്റൽ എക്സ്റേ, ലബോറട്ടറി ആൻഡ് ECG, സുവർണ ബസാർ, മാർക്കറ്റ് റോഡ്, മണ്ണുത്തി. ഫോൺ 0487-237-2374, മൊബൈൽ 790227-2374. ഉറങ്ങണില്ല, ഏതു നേരം ഈ പാവം പിടിച്ചോണ്ടിരിപ്പാ. കുട്ടി പറയൂ, എന്താണ് യഥാർത്ഥ പ്രശ്നം? ഒന്നുമില്ല. യു ഹാവ് എനി സോർട്ട് ഓഫ് ഡിപ്രഷൻ? പ്രണയ നൈരാശ്യം? കിടക്കയിൽ മൂട്ട? മൂട്ടയൊന്നുമില്ല, പക്ഷെ കിടക്കാം. ഓ, ഇത് ഏത് മെഡിസിൻ? മെഡിസിൻ അല്ല, റോയൽ ബെഡ് ഹൗസ്. ബെസ്റ്റ് റോയൽ ബെഡ് ഹൗസ്, ഷൊർണൂർ റോഡ്, തൃശൂർ. സജി ഫാബ്രിക്സ്, മൂർക്കനിക്കര. വസ്ത്രലോകം നിങ്ങളുടെ മനസ്സിനൊപ്പം. നിങ്ങളുടെ പരിപൂർണ സംതൃപ്തിക്കായി എല്ലാത്തരം വസ്ത്രങ്ങളുടെയും കൂടുതൽ കളക്ഷൻ. പുത്തൻ ട്രെൻഡുകളുമായി ഓണക്കാലം വരവേൽക്കാൻ സജി ഫാബ്രിക്സ് ഒരുങ്ങിക്കഴിഞ്ഞു. കുട്ടികൾക്കും സ്ത്രീകൾക്കും പ്രത്യേക വിഭാഗങ്ങൾ. ബോയ്സിനായി മെൻസ് ക്ലബ്. സജി ഫാബ്രിക്സ്, മൂർക്കനിക്കര. ദ കംപ്ലീറ്റ് ഡ്രസ് വേൾഡ്. ഫോൺ 7306743585. വീണ്ടും വാർത്തയിലേക്ക്.
മാന്നാമംഗലം സെന്റ് മേരീസ് മലങ്കര സുറിയാനി കത്തോലിക്ക ദേവാലയത്തിൽ പരിശുദ്ധ ദൈവമാതാവിന്റെ ജനന തിരുനാൾ ഭക്തിസാന്ദ്രമായി ആഘോഷിച്ചു. സെപ്റ്റംബർ 1 മുതൽ 8 വരെയുള്ള ദിവസങ്ങളിലാണ് 8 നോമ്പ് ആചരണവും പരിശുദ്ധ ദൈവമാതാവിന്റെ ജനന തിരുനാൾ ആഘോഷവും സംഘടിപ്പിച്ചത്. തിരുനാൾ ദിനമായ ഞായറാഴ്ച നടത്തിയ വിശുദ്ധ കുർബാനയ്ക്ക് റവറന്റ് ഫാദർ ജോർജ് മാങ്കുളം മുഖ്യ കാർമ്മികത്വം വഹിച്ചു. തുടർന്ന് നായാട്ടിച്ചിറ കുരിശടിയിലേക്ക് തിരുനാൾ പ്രദക്ഷിണം, നേർച്ച ഭക്ഷണ വിതരണം എന്നിവയും നടത്തി. തിരുനാൾ ചടങ്ങുകൾക്ക് വികാരി ഫാദർ ക്ലീറ്റസ് കിഴക്കൂടൻ, മുൻ വികാരി ഫാദർ ആകാശ്, ട്രസ്റ്റി ഏലിയാസ് വട്ടോം തടത്തിൽ, സെക്രട്ടറി അമൽ പുറ്റാനിയിൽ, മറ്റ് കമ്മിറ്റി അംഗങ്ങൾ തുടങ്ങിയവർ നേതൃത്വം നൽകി. നമ്മുടെ ഇഹലോകവാസകാലത്ത് ഇപ്രകാരം അരുൾ ചെയ്തു. യേശുവിന്റെ കുരിശിനരികെ അവന്റെ അമ്മയും അമ്മയുടെ സഹോദരി ക്ലോപ്പാസിന്റെ ഭാര്യ മറിയവും മഗ്ദലന മറിയവും നിൽക്കുന്നുണ്ടായിരുന്നു. യേശു തന്റെ അമ്മയെ താൻ സ്നേഹിച്ച ശിഷ്യനും അടുത്ത് നിൽക്കുന്നത് കണ്ട് അമ്മയോട് പറഞ്ഞു, സ്ത്രീയെ, ഇതാ നിന്റെ മകൻ. അനന്തരം അവൻ ആ ശിഷ്യനോട് പറഞ്ഞു, ഇതാ നിന്റെ അമ്മ. അപ്പോൾ മുതലുള്ള ആ ശിഷ്യൻ അവളെ സ്വന്തം ഭവനത്തിൽ സ്വീകരിച്ചു. വയനാട് ചൂരൽമല ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ സാഹസിക രക്ഷാപ്രവർത്തനം നടത്തിയ തൃശൂർ ഫയർ ആൻഡ് റെസ്ക്യൂ സ്റ്റേഷനിലെ 17 ജീവനക്കാർക്ക് ആദരവ് നൽകി. തൃശൂർ മൂസാസ് ബിരിയാണി ഹൌസിന്റെ ആഭിമുഖ്യത്തിൽ മൂസാസ് ബിരിയാണി കൺവെൻഷൻ സെന്ററിൽ വെച്ചാണ് ആദരവ് നൽകിയത്. ബഹുമാനപ്പെട്ട മേയർ ശ്രീ MK വർഗീസിന്റെ അധ്യക്ഷതയിൽ കൂടിയ യോഗത്തിൽ ബഹുമാനപ്പെട്ട MLA ശ്രീ P ബാലചന്ദ്രനാണ് മെമന്റോ നൽകി ആദരവ് അർപ്പിച്ചത്. ചടങ്ങിൽ ഡിവിഷൻ കൗൺസിലർ സിന്ധു ചാക്കോള, അസിസ്റ്റന്റ് സ്റ്റേഷൻ ഓഫീസർ T അനിൽകുമാർ, S ഷാനവാസ്, ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ തൃശൂർ സിറ്റി പ്രസിഡന്റ് BS ബാബുരാജ്, സെക്രട്ടറി ശ്രീ ശേഷാദ്രി, ട്രഷറർ അശോക് കുമാർ, എക്സിക്യൂട്ടീവ് അംഗങ്ങൾ, മൂസാസ് ബിരിയാണി പ്രൊപ്പറേറ്റർ ശ്രീ ഷാജി, ജീവനക്കാരുടെ കുടുംബാംഗങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു. ബഹുമാനപ്പെട്ട MLA ഫയർ ആൻഡ് റെസ്ക്യൂ സ്റ്റേഷന്റെ അടിസ്ഥാന സൗകര്യ വികസനത്തിന് അടുത്ത ബഡ്ജറ്റ് അലോട്ട്മെന്റിൽ 1 കോടി രൂപ നീക്കിവെക്കുമെന്ന് ഉറപ്പു നൽകുകയും ചെയ്തു. എരവിമംഗലം സെന്റ് മേരീസ് ദേവാലയത്തിൽ ദൈവമാതാവിന്റെ ജനന തിരുനാൾ ആഘോഷിച്ചു. തിരുനാൾ ദിനമായ ഞായറാഴ്ച നടത്തിയ വിശുദ്ധ കുർബാനയ്ക്ക് വികാരി ഫാദർ ജോൺസൺ ചിറ്റിലപ്പള്ളി മുഖ്യ കാർമ്മികത്വം വഹിച്ചു. തുടർന്ന് 50 പേർ ചേർന്ന് അവതരിപ്പിച്ച മാതാവിന്റെ ജീവിത ദൃശ്യാവിഷ്കാരവും ഉണ്ടായിരുന്നു. ജനന തിരുനാൾ ആഘോഷത്തിന്റെ ഭാഗമായി 30 കിലോ തൂക്കം വരുന്ന കേക്ക് മുറിച്ച് വിതരണം ചെയ്തു. ചടങ്ങുകൾക്ക് കൺവീനർ സന്ദീപ്, മനിൽ ജോസ്, ജിനൻ, അമൃത തുടങ്ങിയവർ നേതൃത്വം നൽകി. വെട്ടുകാട് സെന്റ് ജോസഫ് പള്ളിയുടെ പുത്തൻകാട് കപ്പേളയിൽ പരിശുദ്ധ ദൈവമാതാവിന്റെ ജനന തിരുനാൾ ഭക്തി നിർഭരമായി ആഘോഷിച്ചു. തിരുനാൾ ദിനമായ ഞായറാഴ്ച പള്ളിയിൽ നടത്തിയ ആഘോഷമായ പാട്ടുകുർബാനയ്ക്ക് ഫാദർ ബൈജു കാഞ്ഞിരത്തിങ്കൽ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. തുടർന്ന് മാതാവിന്റെ രൂപം എഴുന്നള്ളിച്ചുകൊണ്ട് മാലാഖമാരുടെയും മാതാവിന്റെയും വേഷധാരികളുടെ അകമ്പടിയുള്ള തിരുനാൾ പ്രദക്ഷിണവും പുത്തൻകാട് കപ്പേളയിലെത്തി സമാപിച്ചു. തുടർന്ന് കപ്പേളയിൽ ലതീൻ, നൊവേന എന്നീ ചടങ്ങുകൾ നടത്തി. ബ്രദർ ആശിഷ് പെരുമ്പുഴയിൽ തിരുനാൾ സന്ദേശം നൽകി. എല്ലാവർക്കും നേർച്ച പായസ വിതരണവും ഉണ്ടായിരുന്നു. തിരുനാൾ ചടങ്ങുകൾക്ക് കൈക്കാരന്മാരായ ജോർജ് ചാണ്ടി, ബിജോ കുര്യൻ, ജിതിൻ തയ്യിൽ, ക്ലിന്റ് ബേബി, ജനറൽ കൺവീനർ ബാബു വടക്കൻ, പബ്ലിസിറ്റി കൺവീനർ ജോർജ് കടമ്പറ്റം, മറ്റ് കമ്മിറ്റി അംഗങ്ങൾ തുടങ്ങിയവർ നേതൃത്വം നൽകി. ആത്മീയവും ശാരീരികവും എല്ലാ വരങ്ങളാലും പരിശുദ്ധ കന്യാമറിയത്തെ അലങ്കരിച്ച ദൈവമേ, ആ കന്യകയുടെ യോഗ്യതകൾ പരിഗണിച്ച് ഞങ്ങളുടെ പ്രാർത്ഥന സ്വീകരിക്കണമേ. നീതിമാനായ മറോസ പിതാവിന്റെയും സകല വിശുദ്ധരുടെയും സുഹൃതങ്ങളും പ്രാർത്ഥനകളും ഞങ്ങളെ സഹായിക്കുമാറാകട്ടെ. തിരുസഭയുടെ മേലധ്യക്ഷന്മാരെ സംരക്ഷിക്കുകയും അവർക്ക് ഭരമേൽപ്പിക്കപ്പെട്ടിരിക്കുന്നവരെ വിശ്വാസത്തിൽ ഉറച്ചവരും സുഹൃതങ്ങളിൽ തീഷ്ണതമാക്കി തീർക്കുവാൻ അവരെ സഹായിക്കുകയും ചെയ്യണമേ. പ്രത്യേകമായി തിരുസഭാധിപനായ മാർ ഫ്രാൻസിസ് പാപ്പായ്ക്കും സഭാധ്യക്ഷന്മാർക്കും വൈദികർക്കും സമർപ്പിതർക്കും അൽമായർക്കും ഞങ്ങളുടെ എല്ലാ പ്രിയപ്പെട്ടവർക്കും ഇടവക മുഴുവനും നാനാജാതി മതസ്ഥർക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു.
ഈ തിരുനാളിന് കാരണഭൂതിയായ പരിശുദ്ധമ്മയുടെ സുഹൃത്തുക്കളെ കുറിച്ച് ആത്മീയവും ശാരീരികവുമായ എല്ലാ സഹായങ്ങളും നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ. പാണഞ്ചേരി സർവീസ് സഹകരണ ബാങ്കും കൺസ്യൂമർ ഫെഡും സഹകരിച്ച് നടത്തുന്ന ഓണം സഹകരണ വിപണി ബാങ്ക് പ്രസിഡന്റ് CP വില്യംസ് ഉദ്ഘാടനം ചെയ്തു. പട്ടിക്കാട് പഞ്ചായത്ത് ഓഫീസിന് സമീപം പ്രവർത്തിക്കുന്ന ഓണവിപണിയിൽ അരി മുതൽ പലവ്യഞ്ജനങ്ങൾ വരെ വിപണി വിലയേക്കാൾ കുറഞ്ഞ വിലയ്ക്കാണ് ഉപഭോക്താക്കൾക്ക് നൽകുന്നത്. ഇതുപോലുള്ള പരിപാടികൾ ഇന്നലെ ഒക്കെ ആയിട്ട് ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഇത് നമ്മുടെ ലഭ്യമായിട്ടുള്ള സാധനങ്ങൾ മുഴുവൻ ആളുകൾ എത്തിക്കുന്ന സമയം വരേക്കും ഇത് തുടരണം എന്നാണ് പൊതുവെ നിർദ്ദേശിക്കപ്പെടുന്നത്. നടക്കുന്ന ഈ കൺസ്യൂമർ ചന്ത നമ്മുടെ നാട്ടിൽ ആളുകൾക്ക് നിത്യോപയോഗ സാധനങ്ങളുടെ വില മാർക്കറ്റിൽ കുറച്ച് കൊണ്ടുവരാൻ അല്ലെങ്കിൽ ഉയർന്നു പോകാതിരിക്കാനുള്ളൊരു പ്രേരണയായി അല്ലെങ്കിൽ ശക്തിയായി ഇത് മാറും എന്ന കാര്യത്തിൽ സംശയമില്ല. ഈ ചടങ്ങിൽ പങ്കെടുക്കുന്ന എല്ലാ സഹകാരി സുഹൃത്തുക്കൾക്കും പാണഞ്ചേരി ബാങ്കിൻ്റെ അഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ട് ഇന്നിവിടെ ഈ ചേച്ചിക്ക് ഈ കിറ്റ് നൽകിക്കൊണ്ട് ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു. യോഗേഴ്സ് ക്രിക്കറ്റ് അക്കാദമി നടത്തിയ ക്രിക്കറ്റ് ലീഗിൽ പവർ ഹീറ്റേഴ്സ് താണിക്കുടം ടീം ജേതാക്കളായി. തൃശൂർ ജില്ലയിലെ മാറ്റമ്പുറം യോർക്കേഴ്സ് ക്രിക്കറ്റ് അക്കാദമി ഗ്രൗണ്ടിൽ നടന്ന ആവേശകരമായ ക്രിക്കറ്റ് ലീഗിൽ വിജയികളായ പവർ ഹീറ്റേഴ്സ് ടീമിനായി സേതു താണിക്കുടം, അശ്വന്ത്, ഷമീൽ, വിനീത്, സുനിൽ, ജിൻഷോയ്, ആനന്ദ്, കൃഷ്ണ, ജയപാൽ, അരുൺ, കൈലാസ്, അഭിനവ്, വിനു ഗിൽട്ടൺ തുടങ്ങിയവർ കളിക്കാനിറങ്ങിയിരുന്നു. ക്രിക്കറ്റ് ലീഗിൽ ഉടനീളം പവർ ഹീറ്റേഴ്സ് താണിക്കുടം ടീം നല്ല പെർഫോമൻസ് ആണ് കാഴ്ചവെച്ചത്. തിരിച്ചെത്താം ഒരു വേളയ്ക്ക് ശേഷം. പരിശുദ്ധ സ്വർണ്ണ വിപണനത്തിന്റെ 26-ൽ പരം വർഷങ്ങൾ സണ്ണീസ് ജ്വല്ലറി കാലത്തിനൊപ്പം മാറുന്ന ഡിസൈനുകളുമായി തീർത്തും പരിശുദ്ധമായ സ്വർണം, വെള്ളി, ഡയമണ്ട് ആഭരണങ്ങൾ. ഇഷ്ടാനുസരണം തിരഞ്ഞെടുക്കുവാൻ ഏറ്റവും വലിയ ആഭരണ കളക്ഷൻ. വർഷങ്ങളായി പ്രവർത്തിച്ച് ജനവിശ്വാസം ആർജിച്ച പാരമ്പര്യം. ജനങ്ങളുടെ സൗകര്യാർത്ഥം മണ്ണുത്തിയിൽ തൃശൂർ ബസ് സ്റ്റോപ്പിന് സമീപവും പോസ്റ്റ് ഓഫീസിന് സമീപവുമായി 2 ഷോറൂമുകൾ. മോഹന വാഗ്ദാനങ്ങളില്ലാത്ത വിശ്വസ്ത സ്ഥാപനം സണ്ണീസ് ജ്വല്ലറി, തൃശൂർ ബസ് സ്റ്റോപ്പിന് സമീപം മണ്ണുത്തി. അവർ സിസ്റ്റർ കൺസേൺ സണ്ണീസ് ജ്വല്ലറി, പോസ്റ്റ് ഓഫീസിനു സമീപം മണ്ണുത്തി. നിങ്ങൾക്ക് ഡയബറ്റീസ് ഉണ്ടോ? ഡയബറ്റീസ് കണ്ണിന്റെ ഞരമ്പുകളെ ദുർബലപ്പെടുത്തി കാഴ്ച നഷ്ടപ്പെടുവാൻ സാധ്യതയുണ്ട്. കണ്ണിന്റെ ഞരമ്പുകളെ സംരക്ഷിക്കുന്ന നൂതന ചികിത്സയുമായി അമൃത കണ്ണാശുപത്രി മണ്ണുത്തി. കണ്ണോപ്പറേഷൻ ഇനി മണ്ണുത്തിയിൽ. 30 വർഷത്തെ സേവന പാരമ്പര്യവുമായി ഡോക്ടർ ആശ അമൃത കണ്ണാശുപത്രി മണ്ണുത്തി. നൂതന ഫ്രെയിമുകളും കോൺടാക്ട് ലെൻസുകളും ഇവിടെ ലഭ്യമാണ്. കൂടാതെ എല്ലാ ഇൻഷുറൻസ് പരിരക്ഷകളും ചികിത്സകളും ഇവിടെ ലഭിക്കുന്നു. അമൃത കണ്ണാശുപത്രി മണ്ണുത്തി ആൻഡ് വടക്കുംചേരി. ഫോൺ 0487237485. മൊബൈൽ 9061858682. ആതുര ശുശ്രൂഷ രംഗത്ത് 4 നൂറ്റാണ്ടായി മഹനീയ സേവനം കാഴ്ചവെച്ച് വിലങ്ങന്നൂർ സെന്ററിൽ പ്രവർത്തിക്കുന്ന പനക്കൽ ആയുർവേദ ഫാർമസിയുടെ നവീകരിച്ച ആയുർവേദ ക്ലിനിക് ഇപ്പോൾ തുറന്നു പ്രവർത്തിക്കുന്നു. തിങ്കൾ, വെള്ളി ദിവസങ്ങളിൽ വൈകിട്ട് 3 മുതൽ 6 വരെ ഡോക്ടർ വിനയ ജിബിൻ പനക്കൽ രോഗികളെ പരിശോധിക്കുന്നു. സ്ത്രീകൾക്കായി പ്രത്യേക പരിശോധനാ സംവിധാനം. ഏത് രോഗത്തിനും പ്രതിവിധി. പനക്കൽ ആയുർവേദ ഫാർമസി, വിലങ്ങന്നൂർ. ഫോൺ നമ്പർ 9495225992. പൊന്നിന്നൂലിൽ ചേരും നേരം ഇന്നും കണ്ണിൽ മിന്നും നീയും കാലം നമ്മിൽ ഒന്നായി മാറി ഓരോ നാളും നീ എൻ സ്വന്തം. SRK Gold and Diamonds, കാളത്തോട്, തൃശൂർ. Making every celebration sparkle. വീണ്ടും വാർത്തയിലേക്ക്.
ചിറ്റശ്ശേരി ദേശത്ത് 4-കെട്ട് വീട് നിർമ്മിക്കണമെന്ന സ്വപ്നം പൂർത്തീകരിച്ച വിനോദിന്റെ കുടുംബത്തിന്റെ സന്തോഷ നിമിഷത്തിൽ രോഗികൾക്ക് ആശ്വാസം പകരുന്ന പദ്ധതിയിലേക്ക് ആശുപത്രി ഉപകരണങ്ങൾ കൈമാറി. അശരണരായ രോഗികൾക്ക് ആശുപത്രി ഉപകരണങ്ങൾ സൗജന്യമായി വർഷങ്ങളായി നൽകിവരുന്ന സന്നദ്ധ സംഘടനയായ സൗഹൃദ യുവസംഗമ പ്രവർത്തകർക്ക് ചിറ്റശ്ശേരി ദേശത്ത് കക്കാട് വീട്ടിൽ വേലായുധൻ മകൻ വിനോദും കുടുംബങ്ങളും ചേർന്ന് ആശുപത്രി ഉപകരണങ്ങൾ കൈമാറിയത്. സൗഹൃദ യുവ സംഗമം പ്രസിഡന്റ് പ്രീബന്നൻ ചൂണ്ടേലപ്പറമ്പിൽ, രക്ഷാധികാരി സതീശൻ ഊരാളത്ത് തുടങ്ങിയവർ ഏറ്റുവാങ്ങി. മാനസിക വെല്ലുവിളികൾ നേരിടുന്നവർക്ക് വിദ്യാഭ്യാസവും പരിശീലനവും നൽകുന്ന സ്പെഷ്യൽ സ്കൂളുകളോടുള്ള അവഗണനയിൽ പ്രതിഷേധിച്ച് രക്ഷിതാക്കളും ജീവനക്കാരും മാനേജ്മെന്റും സെപ്റ്റംബർ 11 സെക്രട്ടേറിയറ്റിനു മുൻപിൽ സൂചനാ ഉപവാസ സമരം നടത്തുമെന്ന് സംയുക്ത സമരസമിതി വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ഗതികേട് കൊണ്ട് നടത്തുന്ന സമരത്തിൽ ആവശ്യമായ പിന്തുണ നൽകി ഈ മേഖലയെ നിലനിർത്തുവാൻ ആവശ്യമായ എല്ലാ പിന്തുണയും നൽകണമെന്നും സമരസമിതി അഭ്യർത്ഥിച്ചു. വാർത്താസമ്മേളനത്തിൽ തങ്കമണി ടീച്ചർ, ഫാദർ റോയ് മാത്യു വടക്കൻ, KM ജോർജ് തുടങ്ങിയവർ പങ്കെടുത്തു. വടക്കാഞ്ചേരി അത്താണി സെന്ററിന് സമീപം അജ്ഞാത വാഹനമിടിച്ച് കടപുഴകിയ മരം ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരെത്തി മുറിച്ചു നീക്കി. പാതയോരത്തെ ബദാം മരമാണ് കടപുഴകി റോഡിലേക്ക് ചെരിഞ്ഞ് അപകടാവസ്ഥയിലായത്. പുലർച്ചെ ജനസാന്നിധ്യമില്ലാത്ത സമയത്ത് ഉയരം കൂടിയ കണ്ടെയ്നർ ലോറി പോലുള്ള വാഹനമാകാം ഇടിച്ചു കയറ്റിയതെന്നാണ് പ്രാഥമിക നിഗമനം. മരശിഖരത്തിൽ വാഹനം ഇടിച്ചതിന്റെ പാടുകളുമുണ്ട്. വടക്കാഞ്ചേരി പോലീസും വടക്കാഞ്ചേരി നഗരസഭ ഉദ്യോഗസ്ഥരും സ്ഥലത്തെത്തിയിരുന്നു. അതേസമയം അപകടത്തെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ അന്വേഷിച്ചു വരികയാണ്. സബർമതി ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ നേതൃത്വത്തിൽ വിദ്യാർത്ഥികൾക്ക് പഠനോപകരണ വിതരണവും ഓണക്കിറ്റ് വിതരണവും നടത്തി. തെക്കുംകര മൾട്ടിപർപ്പസ് കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെയും CT ദേവസി സ്മാരക ഹാളിൽ നടന്ന ഓണക്കിറ്റ് വിതരണം മുൻ DCC പ്രസിഡന്റ് MP വിൻസെന്റ് നിർവഹിച്ചു. സബർമതി ചാരിറ്റബിൾ ട്രസ്റ്റ് വടക്കാഞ്ചേരി നിയോജക മണ്ഡലം ചെയർമാൻ P സുനിൽകുമാർ അധ്യക്ഷത വഹിച്ചു. MBBSന് അഡ്മിഷൻ നേടിയ അനിരുദ്ധ് പാലിശ്ശേരിയെയും ഡോക്ടറേറ്റ് നേടിയ അഫ്സാന ഖാനെയും സൈനികരെയും കർഷകരെയും ചടങ്ങിൽ ആദരിച്ചു. KA രാജേന്ദ്രൻ, സജി പോൾ, PG ജയദീപ്, VM കുര്യാക്കോസ്, വർഗീസ് വാഗേൽ, ജയൻ മംഗലം, N ഗോപാലകൃഷ്ണൻ, സണ്ണി മാരിയിൽ, ജോബി ജോസഫ്, MS ഗിരീഷ് കുമാർ, AU നിഷാന്ത് തുടങ്ങിയവർ പ്രസംഗിച്ചു. വിവിധ മേഖലകളിൽ മികവ് തെളിയിച്ചവരെ ചടങ്ങിൽ ആദരിച്ചു. ഇന്ന് മുഖ്യ അതിഥിയായി ഇവിടെ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ സെക്രട്ടറിയും ജില്ലാ സബർമതി ചെയർമാൻ കൂടിയായിട്ടുള്ള ശ്രീ സജീവ് പോൾ, ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രിയങ്കരനായ പ്രസിഡന്റ് പ്രിയപ്പെട്ട ശ്രീ PG ജയദീപ്, പ്രിയങ്കരനായ മുത്തു തങ്ങൾ, പ്രിയപ്പെട്ട VM കുര്യാക്കോസ്, പ്രിയപ്പെട്ട വർഗീസ് വാഗി, ജയൻ മംഗലം, അഷ്റഫ്, ഗോപാലകൃഷ്ണൻ, സണ്ണി മാരിയിൽ, MS ഗിരീഷ് കുമാർ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. അദാലത്തുകൾ നടത്തേണ്ടത് ആകാത്ത വിധം സംവിധാനങ്ങളെ കാര്യക്ഷമമാക്കണമെന്ന് മന്ത്രി MP രാജേഷ്. ദേശീയപാതയിൽ മണ്ണുത്തി ഡോൺ ബോസ്കോ സ്കൂളിന് മുൻപിൽ നടപ്പാത നിർമ്മിക്കുന്നതുമായി മന്ത്രി K രാജന്റെ അധ്യക്ഷതയിൽ യോഗം നടന്നു. വടക്കാഞ്ചേരി റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് എക്സൈസ് സംഘം 4 കിലോഗ്രാം കഞ്ചാവ് പിടികൂടി. കരിമത്ര ആരോഗ്യമാതാ ദേവാലയത്തിൽ 8 നോമ്പ് തിരുനാൾ ആഘോഷിച്ചു. മാന്നാമംഗലം, വെട്ടുകാട്, എരവിമംഗലം ദേവാലയങ്ങളിൽ ദേവമാതാവിന്റെ ജനന തിരുനാൾ ആഘോഷിച്ചു. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.